Debate with Dr. Arun Kumar. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ രാഷ്ട്രീയാരോപണ യുദ്ധം കൊഴുക്കുന്നു. ലഹരിക്കടത്തിന് CPM സംരക്ഷണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ന് പിടിയിലായ കഞ്ചാവിന്റെ മൊത്തവിതരണക്കാർ KSUക്കാരെന്ന് SFI സംസ്ഥാന സെക്രട്ടറി. SFI പിരിച്ചുവിടണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഘടനയുടെ കൊടിനിറമല്ല നോക്കേണ്ടതെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. നാടിന്റെ സമാധാനത്തെ കെടുത്തുന്ന ലഹരിയുടെ മൊത്ത ചില്ലറ വിൽപ്പനക്കാരായി കലാലയങ്ങളിലെ ചില സംഘടനാ നേതാക്കൾ മാറുകയാണോ? കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഡിസ്കൗണ്ടും പ്രീ ബുക്കിംഗ് ഓഫറുകളും വെച്ചുള്ള മെഗാ സെയിലിന് കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രങ്ങളാവുകയാണോ? നിറം നോക്കാതെ നടപടി വേണ്ടേ? ലഹരിക്കടത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPM പ്രതിനിധി, UDF പ്രതിനിധി PK നവാസ്, ഒപ്പം റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് റിച്ചാർഡുമുണ്ട്. ആദ്യം ഞാൻ അരുണിലേക്ക് പോകുന്നു. അരുൺ, ഇന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് ഈ ലഹരിക്കടത്തിന് CPM രക്ഷാകർതൃത്വം നൽകുന്നുവെന്നാണ്. മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിനു പിന്നിൽ SFI ആണ്, SFIയെ പിരിച്ചുവിടുക തന്നെ വേണം എന്നാണ്. രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കടക്കുകയാണോ പ്രതിപക്ഷം? എങ്ങനെയാണ് ഭരണപക്ഷത്തെ കക്ഷികൾ നോക്കിക്കാണുന്നത്? അല്ല, ഭരണപക്ഷത്തെ ഒരു നേതാക്കന്മാർ പോലും, പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രി അടക്കം, രാഷ്ട്രീയ ചുവയോടെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. മുന്നണി നോക്കാതെ, പാർട്ടി നോക്കാതെ, ഒരു തരത്തിലുള്ള നിറം നോക്കാതെ ഇത്തരത്തിൽ മദ്യമാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും വ്യവസായ മന്ത്രി അടക്കം പ്രതികരിച്ച എല്ലാ നേതാക്കന്മാരും പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് നോക്കണം. ഇന്നലെ രാവിലെ മുതൽ അവർ ഈ വിഷയം മുഴുവൻ SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് രണ്ടുപേരെ പിടിച്ചല്ലോ. ഈ രണ്ടുപേരും KSUവിന്റെ സജീവ പ്രവർത്തകരായിരുന്നു, KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഈ വർഷത്തെ KSUവിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്ന ഷാലിക് എന്ന് പറയുന്ന മുഖ്യപ്രതിയാണ്. ഈ ഷാലിക്കും ആഷിക്കും കൂടിയിട്ടാണ് 2 കിലോ കഞ്ചാവ് ഈ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാധ്യമങ്ങൾ പോലും അത് KSU നേതാക്കന്മാരാണ്. ഇപ്പൊ പൊതുസമൂഹത്തിൽ എല്ലാ ചിത്രങ്ങളുണ്ട്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന, KSUവിന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന, അതുപോലെ KSUവിന്റെ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചിത്രങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. പക്ഷെ ഒരു മാധ്യമങ്ങൾ പോലും KSUവിന്റെ 2 നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങ് തന്നെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ KSUക്കാരാണ് എന്ന രൂപത്തിലാണ്. ഇന്നലെ ഉച്ചവരെ ഈ സംഭവം മുഴുവൻ SFIയുടെ തലയിലാണ് വെച്ചത്. ഈ കൃത്യമായി ഈ G2 എന്ന് പറയുന്ന റൂമിൽ നിന്ന് പിടിച്ച 1.91 2 കിലോയുടെ അടുത്തമുള്ള കഞ്ചാവ്, ആ കഞ്ചാവ് പിടിച്ച മുറിയിലെ താമസക്കാരെല്ലാം KSUക്കാരായിരുന്നില്ലേ? അതുപോലെ തന്നെ മറ്റൊരു മുറി S39, അതിൽ ഒരാൾ KSUക്കാരനും ഒരാൾ SFIയുടെ പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വിജയിച്ച ആളുമാണ്. ഈ സീസിംഗ് നടക്കുമ്പോൾ അദ്ദേഹം ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് വന്നിരിക്കുന്നു, പരിശോധന നടക്കുന്നു എന്നറിയുമ്പോൾ ആ റൂമിലേക്ക് വരുന്നു, അദ്ദേഹത്തെയും പ്രതി ചേർക്കുന്നു. അത് ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു. ഇന്നലെ റിമാൻഡ് ചെയ്തവരും ഇന്ന് റിമാൻഡ് ചെയ്ത 3 പേർ KSUവിന്റെ സജീവ നേതാക്കന്മാരായിരിക്കെ ഒരാൾ പോലും KSU നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല. ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ട് എന്ന് പോലും പറയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം ഈ വിഷയം SFIയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നടത്തുന്ന ഗൂഢാലോചന. ഒരാൾ പറയുന്നു SFIയെ പിരിച്ചുവിടണം. പാർലമെന്റിൽ പോലും ഹൈബി ഈഡൻ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത് SFIയെ പിരിച്ചുവിടണമെന്ന ഇന്ത്യൻ പാർലമെന്റിൽ പോയി പറഞ്ഞത്. എന്താണ് SFIയോട് മാത്രം ഇത്ര വിരോധം? കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാൻ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് SFI അല്ലേ? ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള ശ്രമങ്ങളെ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി വലിയ രൂപത്തിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തി ക്യാമ്പസുകളെ സംരക്ഷിക്കുന്നതും മികച്ച ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും എല്ലാം SFI ആണ്. അപ്പൊ SFIയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയും ആക്രമണ പരമ്പരയും നടക്കുകയാണ്. ഇന്നലത്തെ ചാനൽ ചർച്ചകളിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞത് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിക്ക് KSUവിനുമായിട്ട് ആകാശ് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തെളിവുകൾ വരട്ടെ, എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഒരു ചിത്രമെങ്കിലും കാണുമല്ലോ KSUവിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതാണ്. എവിടെ പോയി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്? ഇന്ന് അദ്ദേഹം പ്രതികരിക്കുക പോലും ചെയ്തില്ലല്ലോ.
KSUവിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏതായാലും SFI കാരനോ ABVP കാരനോ ആകാൻ സാധ്യതയില്ല. അത് KSUവിന്റെ നേതാക്കന്മാർ തന്നെയാണല്ലോ. അയാൾ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് KSUക്കാർ തന്നെ അഡ്മിറ്റ് ചെയ്തല്ലോ. ഇന്നലെ KSUവിന്റെ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ അറസ്റ്റ് ചെയ്തതിൽ ഭൂരിഭാഗം ആളുകളും KSUക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് രാഷ്ട്രീയം ആദ്യം കൊണ്ടുപോയി ചുലത്തുകയല്ല ചെയ്തത്, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണുകയല്ല ചെയ്തത്. ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഒരു ക്യാമ്പസിന്റെ കൃത്യമായി ഹോസ്റ്റലിൽ നിന്ന് രാത്രികാലങ്ങളിൽ പോലീസും എക്സൈസും വന്ന് റെയ്ഡ് നടത്തി ഇത്തരത്തിൽ ബൾക്കായിട്ടുള്ള മയക്കുമരുന്ന് കണ്ടെത്തുന്ന അവിടെ ത്രാസ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാക്കറ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നുള്ള ഉപകരണം കണ്ടുപിടിച്ചിരിക്കുന്നു, പൊടിയാക്കാനും ബീഡിയായി തെറുക്കാനുമുള്ള ഉപകരണങ്ങൾ. ഇവയെല്ലാം G2 എന്ന് പറയുന്ന KSUക്കാർ മാത്രം താമസിക്കുന്ന, KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയടക്കം താമസിച്ച മുറിയിൽ നിന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കേണ്ടത് KSU ആണ്. എനിക്കുള്ളൊരു ചോദ്യം, ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിയൻ ആരുടേതാണ്? അവിടെ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അറിയേണ്ടിയിരുന്ന ഒരു സംഘടന SFI കൂടിയല്ലേ? ആ SFIയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാവായ അഭിരാജ് ഇന്നലെ ഈ അറസ്റ്റ് നടന്നു കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതുണ്ട്. ആ പ്രതികരിച്ചത് കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഞാനങ്ങനെ പെട്ടെന്ന് അൻസലിനെ കാണാനായിട്ട് കോളേജിന്റെ ഓട്ടോയിൽ വർക്ക്ഷോപ്പിനടുത്ത് വരെ ചെന്ന്, ഓട്ടോയിൽ വർക്ക്ഷോപ്പിനടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു 10-20 വണ്ടി പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഞാനും ആദിത്യനും കെമിക്കലിലൊരു വിദ്യാർത്ഥിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഓടി ഇവിടെ വന്നു. ഹോസ്റ്റലിൽ നിന്ന് ആദ്യമേ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികളും ആൾക്കാരും എല്ലായിട്ട് നിറഞ്ഞിരിക്കുക. ഞാൻ നിന്നിട്ട് ആദ്യമേ ആദിലെ റൂമിലെ കൂടുതൽ ആൾക്കാരുള്ള ആദിലെ റൂമിലോട്ട് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞ് എടാ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിന്റെ റൂമാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എന്റെ റൂമല്ല സാറേ, എന്റെ റൂം മേളിലാ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള, നാളെ കോളേജിൽ പരിപാടിയൊക്കെ ഉള്ള യൂണിയനാണ് ഞങ്ങൾക്ക് എന്താ വേണം, ഈ യൂണിയനാണോ വലുത് പോലീസുകാരാണോ വലുത്? അങ്ങനെയൊക്കെ കുറെ എന്റെ അടുത്ത് പോലീസുകാർ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇത് പോലീസുകാർ എന്നെ വിളിച്ചിട്ട് മേലോട്ട് എന്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എന്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് നിന്റെ റൂമാണോ, നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്റെ കബോർഡിലൊന്നുമില്ല, എന്റെ ഷർട്ടിലൊന്നുമില്ല, എന്റെ പാന്റിലൊന്നുമില്ല, ഞാൻ ഇവിടെ കയറി വന്നു എന്റെ ദേഹം പരിശോധിച്ചു, എന്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. ഈ അഭിരാജിനെ എന്തിനാണ് അരുൺ ഇന്ന് SFI സസ്പെൻഡ് ചെയ്തത്? നമ്പർ 2, ഈ ഹോസ്റ്റലിൽ 500 രൂപയ്ക്ക് കൊടുക്കേണ്ട കഞ്ചാവ് 300 രൂപയ്ക്കടക്കം പ്രീ ബുക്കിംഗ് സെയിൽ നടത്തി, വലിയ രീതിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടത്തിയ മഹാമേള നടത്തിയ വിവരം ഈ യൂണിയൻ ഭരിക്കുന്ന SFI യൂണിയൻ ഭരിക്കുന്ന പോളിടെക്നിക്കിലെ ഒരു SFI നേതാവും അറിഞ്ഞില്ലെന്ന് വേണമോ കരുതാൻ? അരുൺ, ഇത് യൂണിയൻ ഭരിക്കുന്നത് SFI ആണ്. ഓരോ തെരഞ്ഞെടുപ്പും വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ക്യാമ്പസാണ് കളമശ്ശേരി പോളിടെക്നിക്. SFIയും KSUവും എല്ലാം മാറി മാറി വിജയിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ റൂം അലോട്ട് ചെയ്യുന്നത് SFI അല്ലല്ലോ. ഹോസ്റ്റലിൽ റൂം അലോട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പളും ഹോസ്റ്റൽ മേറ്ററിനും അടക്കം ഒരു പ്രത്യേക കമ്മിറ്റിയാണ്. ഇവിടെ പല റൂമുകളും സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് റൂം കൊടുക്കുന്നത്. ആ റൂമിൽ ആരെങ്കിലും എന്തെങ്കിലും പൊതി കൊണ്ടുവച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും കോളേജ് യൂണിയൻ ഭാരവാഹികൾ അറിയണമെന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സംസാരിക്കട്ടെ, ആ ഫോട്ടോ അടക്കം നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. SFI പോലൊരു സംഘടന ഭരിക്കുന്ന ഒരു ഹോസ്റ്റലിൽ, ഒരു കോളേജിൽ, ആ കോളേജ് ഹോസ്റ്റലിൽ പ്രീ ബുക്കിംഗ് സെയിൽ അടക്കം നടത്തി വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പന പുറത്തുള്ള വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് നടത്തുന്ന വിവരം SFIയുടെ യൂണിയൻ പ്രതിനിധികൾ അറിഞ്ഞില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ KS അരുൺകുമാർ? അതായത് കോളേജ് ഹോസ്റ്റൽ ഭരിക്കുന്നത് SFI അല്ല. താങ്കൾ വീണ്ടും ആ പ്രയോഗം നടത്തരുത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. അവിടെ ഒരു ഏകപക്ഷീയമായി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമുള്ള ക്യാമ്പസ് അല്ലല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാ യൂണിറ്റുകളും ശക്തമാണ്. ഇപ്പൊ KSUവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും മറ്റു കാര്യങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ രഹസ്യമായി എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കുട്ടികൾ ഏർപ്പെട്ടാൽ അത് യൂണിയൻ ലീഡർഷിപ്പ് അറിയണമെന്നില്ല. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സെർച്ച് നടക്കുമ്പോഴും ഈ കോൺട്രബാൻഡ് ആർട്ടിക്കിൾ കണ്ടുപിടിക്കുമ്പോഴും ഈ അഭിരാജ് ആ റൂമിലില്ല. അഭിരാജ് വിവരമറിഞ്ഞ് പോലീസും എക്സൈസ് ഒക്കെ വന്നിരിക്കുന്നു, 10-20 ജീപ്പ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ബൈറ്റ് കാണിച്ചല്ലോ, അദ്ദേഹം ആ വിവരം അറിഞ്ഞ് അങ്ങോട്ട് വരുന്നു. അപ്പോ സീസിംഗ് നടക്കുമ്പോൾ ആ റൂമിലില്ലാത്ത അഭിരാജിനെ പോലീസ് പ്രതിയാക്കുന്നു. എന്നാൽ G2 റൂമിൽ നിന്ന് അവിടെ സീസിംഗ് നടക്കുമ്പോൾ ആകാശ് മാത്രമേ ഉള്ളൂ. ആകാശ് പറയുന്നു, ഞാൻ ഈ റൂമിൽ താമസിക്കുമ്പോൾ എന്നോടൊപ്പം താമസിക്കുന്ന ആദിലാണ്,
അതില് KSUവിന്റെ ആർട്സ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച യൂണിറ്റ് കമ്മിറ്റി അംഗമാണ്. ഈ റൂമിൽ ഇത് കൊണ്ടേ വെച്ചത് ആദിലും അനന്തുവാണെന്ന് പറയുന്നു. ആ റൂമിൽ താമസിക്കുന്ന ആളാണ് ആദിൽ എന്ന് വ്യക്തമാക്കിയിട്ട് പോലീസ് ഇതുവരെ ആദിലിനെ പ്രതിയാക്കിയില്ല. എന്നാൽ അഭിരാജ് ആ റൂമിലില്ല, സെർച്ച് ചെയ്യുമ്പോഴൊന്നുമില്ല. സംഭവം പറഞ്ഞ് പിന്നീട് വരുന്നു, അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിശക്തമായി തന്നെ പോലീസ് ഈ വിഷയത്തിൽ അവിടെയാണ് എന്റെ സംശയം. അതെന്തിനാണ് പോലീസിന് എസ്എഫ്ഐയോടൊരു വിരോധം? ഈ അരുൺകുമാറിന് 9 ഗ്രാം ക്ഷമിക്കണം, ഈ 9 ഗ്രാം കണ്ടെത്തിയ അഭിരാജിന്റെ കാര്യത്തിൽ അരുണിന്റെ അഭിപ്രായം എന്താ? ഇന്ന് എസ്എഫ്ഐ എന്തിനാ ഈ അഭിജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അഭിരാജിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അരുൺ ഇല്ല അല്ല, അഭിരാജിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള പ്രയോഗം തെറ്റാണ്. ഇന്നലെ അവിടെ SFIയുടെ യൂണിറ്റ് സമ്മേളനമായിരുന്നു. ഓരോ അധ്യയന വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് യൂണിറ്റ് സമ്മേളനം. അപ്പൊ മാർച്ച് മാസം 31 ക്ലാസ്സുകളെല്ലാം തീരും. അദ്ദേഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ആ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെല്ലാം സ്വാഭാവികമായിട്ട് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും. സെക്കൻഡ് ഇയർ കുട്ടികളെ അതിലേക്ക് സെലക്ട് ചെയ്യും. ആ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾക്ക് ഭാഗമായി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോഴാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത്. സ്വാഭാവികമായി ആ യൂണിറ്റ് സമ്മേളനത്തിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഒഴിവാക്കും, അദ്ദേഹത്തിനെ ഒഴിവാക്കി. പിന്നെ ഇത്തരത്തിലൊരു ആരോപണം വന്നു, ഏതായാലും അദ്ദേഹം പ്രതിയായി, സ്റ്റേഷൻ ജാമ്യം കിട്ടിയാലും പ്രതിയാണ്. SFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ഒരു പ്രതിയായ ആളെ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്, അല്ലാതെ സസ്പെൻഷനോ അല്ലെങ്കിൽ അതല്ല. ആ ഫൈനൽ ഇയർ സമ്മേളനം ഇന്നലെ നടക്കുകയാണ്. സമ്മേളനമൊക്കെ നേരത്തെ ഷെഡ്യൂൾ ചെയ്താണ്. നമുക്കിപ്പം ദേവരാജുണ്ട്. ഇന്നലെ ഈ അഭിരാജിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച ഏരിയ ഭാരവാഹിയാണ് ദേവരാജ് നമുക്കൊപ്പമുണ്ട്. ദേവരാജ്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം, സംഘടനയുടെ സംസ്ഥാന നേതൃത്വം സഞ്ജീവ് പറയുന്നത് ജാഗ്രത കുറവുണ്ടായി എന്നാണ്. ഇന്നിപ്പോൾ ഈ അഭിരാജിനെ SFIയുടെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന വിവരമാണ് വന്നത്. അതിപ്പോൾ അരുൺകുമാർ വിശദീകരിച്ചത് ഒരു പതിവ് രീതിയാണ് എന്നുള്ളതാണ്. പക്ഷേ യൂണിറ്റിൽ ഇനി ഈ അഭിരാജ് ഇല്ലതാനും. അഭിരാജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ദേവരാജ് കേൾക്കാമോ? കേൾക്കാം ദേവരാജ്. ആദ്യമായി തന്നെ ഈ എന്നെ വിളിച്ചതിന്റെ ആമുഖമായിട്ട് പറഞ്ഞത് ഇന്നലെ അഭിരാജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള കഞ്ചാവിനെ ഞാൻ ന്യായീകരിച്ചു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിനകത്തും അതിനെ ന്യായീകരിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ആ ക്യാമ്പസിനകത്തോ ആ ക്യാമ്പസിന് പുറത്തായിട്ടോ കഴിഞ്ഞ കാലയളവുകൾക്കകത്ത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ആ വിദ്യാർത്ഥി ആ ക്യാമ്പസിനകത്ത് പഠിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ മാത്രമല്ല പറയുന്നത്, ആ ക്യാമ്പസിനകത്തുള്ള പ്രിൻസിപ്പൾ അടക്കം അധ്യാപകരടക്കം സാക്ഷ്യപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, വിദ്യാർത്ഥികളടക്കം സാക്ഷ്യപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഭിരാജിനെ SFIയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇന്നലെ SFIയുടെ യൂണിറ്റ് സമ്മേളനമായിരുന്നു. ആ യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചിട്ട് 1 മാസം മുൻപേ തീരുമാനിച്ചിട്ട് നടക്കുന്ന ഒരു യൂണിറ്റ് സമ്മേളനമാണത്. ആ യൂണിറ്റ് സമ്മേളനത്തിനകത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ തലേ ദിവസം ഇത്തരത്തിൽ ക്യാമ്പസിനകത്ത് അനാവശ്യകരമായിട്ടുള്ള അനിഷ്ടകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുകയാണ്. ആ സംഭവത്തിന്റെ ഭാഗമായി SFIയുടെ അംഗമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ പിടികൂടുകയാണ്. ആ യൂണിറ്റ് സമ്മേളനത്തിനകത്ത് സ്വാഭാവികമായിട്ട് അത് ചർച്ചയായിട്ടുണ്ട്. SFI എന്ന സംഘടന അതൊരിക്കലും ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്ന സംഘടനയല്ല. ദേവരാജ്, ഞാൻ വരാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ UDF പ്രതിനിധിയിലേക്ക് വരുന്നു. നവാസ് 2-3 ഓക്കെ, തുടരാം. കണക്ഷൻ കിട്ടി, തുടരാം. കേൾക്കാമോ? തുടരാം ദേവരാജ്. കേൾക്കാമോ? അഭിരാജ് ഈ നിലയ്ക്ക് ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ സിഗരറ്റ് പോലും വലിച്ചിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയാണ്. ആ ക്യാമ്പസിനകത്തുള്ള അധ്യാപകരടക്കം അത് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ എന്തിനാണ് ഈ 9 ഗ്രാം അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ചിരുന്നത് ദേവരാജ്? കേട്ടില്ല. ഈ 9 ഗ്രാം കഞ്ചാവ് ഈ അഭിജിത്തിന്റെ റൂമിൽ നിന്നല്ലേ, അഭിരാജിന്റെ റൂമിൽ നിന്നല്ലേ കണ്ടെടുത്തിരിക്കുന്നത്? അതെ, അത് അഭിരാജിന്റെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അഭിരാജ് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നോ അഭിരാജിന്റെ ബാഗിൽ നിന്നോ കണ്ടെത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് അഭിരാജിനോട് SFIയുടെ ഭാഗമായി കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നിയമപരമായി എടുക്കേണ്ട നടപടികളുമായി പോലീസുമായി കൃത്യമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് 2 കിലോഗ്രാം കഞ്ചാവിന്റെ പൊതി താഴത്തെ മുറിയിൽ നിന്ന് കണ്ടെടുക്കുന്നുവെന്ന് മാത്രമല്ല, ഇന്നത്തെ മൊഴി പുറത്തു വരുമ്പോൾ 500 രൂപയുടെ കഞ്ചാവും 300 രൂപയ്ക്ക് പ്രീ ബുക്കിംഗ് ഓഫർ ഇട്ട് കൊടുക്കുന്ന തലത്തിൽ മെഗാ സെയിൽ നടന്ന ഒരു സ്ഥലമായിരുന്നു അത് എന്നുള്ളത്. ആ കോളേജിന്റെ മുക്കിലും മൂലയിലും പോയി കാര്യങ്ങളെല്ലാം നടത്തുകയും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും ചെയ്ത് അവിടുത്തെ ഏറ്റവും സീനിയർ വിദ്യാർത്ഥിയെ അഭിരാജിനൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളം വിശ്വസിക്കുമോ ദേവരാജ്? അല്ല, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ക്യാമ്പസിനകത്ത് ഏതെല്ലാം ഘട്ടത്തിനകത്ത് SFIയുടെ അറിവിൽ, അത് അഭിരാജ് എന്ന വ്യക്തി മാത്രമല്ല, അഭിരാജ് എന്ന വ്യക്തിയല്ല SFI, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല SFI.
ആ ക്യാമ്പസിനകത്ത് SFIയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പൊട്ടോ പൊടിയോ പോലും ആ ക്യാമ്പസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ആ വിദ്യാർത്ഥികൾ അതിൽ നിന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നും അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ പോലീസിനോ ഉചിതമായിട്ടുള്ള രീതിയിൽ പരാതി നൽകണമെന്നുള്ളത് SFI കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയാണ് ജാഗ്രത ക്ഷമിക്കണം SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതും. ഞാൻ തിരിച്ചു വരാം ദേവരാജ്, എനിക്ക് UDF പ്രതിനിധിയിലേക്ക് പോകണം. ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് നവാസിന് മുന്നിൽ. PK നവാസ്, ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുവരാം. മരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. സിദ്ധാർത്ഥന്റെ കൊലപാതകം ആരാണ് നേതൃത്വം കൊടുത്തത്? ആരാണ് ആ കേസിലെ പ്രതികൾ മുഴുവൻ SFIക്കാരല്ലേ? കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് ആരാണ് ഉത്തരവാദി? SFI അല്ലേ? ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, ആരാണ് പ്രതികൾ? SFIക്കാരല്ലേ? അടിയന്തരമായി ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. PK നവാസ്, കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ റിമാൻഡിലുള്ള 3 പ്രതികൾക്കും KSUമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ ആകാശിന് ഈ പറയുന്ന യൂണിറ്റ് പ്രവർത്തകനായിരുന്നുവെന്നും ആകാശിൻ്റെ മുറിയിൽ താമസിച്ചിരുന്ന, അതായത് 2 കിലോഗ്രാം പിടിച്ച മുറിയിൽ താമസിച്ചിരുന്നയാൾ KSUവിൻ്റെ പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആദിലായിരുന്നു എന്നുള്ളതും ആദിലിനും ആകാശിൻ്റെയും മുറിയിലേക്ക് ആ പൊതി കൊണ്ടുവച്ചയാൾ ഷാലിഖ് എന്നുള്ളത് 2023 KSUവിൻ്റെ യൂണിറ്റിൻ്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചയാളാണെന്നുള്ളതും പുറത്തു വരുമ്പോൾ എന്തിനാണ് SFIയെ പിരിച്ചുവിടുന്നത്? PK നവാസ്. ശ്രീ അരുൺകുമാർ, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം അരുൺകുമാറിനോട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ CPMൻ്റെ പ്രതിനിധിയും SFIയുടെ പ്രതിനിധിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കുള്ളൊരു സംശയം, അതൊന്ന് ക്ലാരിറ്റി വരുത്താനാണ്. ഈ അഭിരാജ് ഇപ്പോൾ SFIയിലാണോ അതോ SFIയിലെ പുറത്താണോ? ഒരു ക്ലാരിറ്റി ഉണ്ടോ അരുൺകുമാറിന്? ദേവരാജിലേക്ക് വന്നാൽ, ദേവരാജ്, ഇപ്പോൾ ഈ അഭിരാജ് SFIയിലുണ്ടോ? അല്ല, ഞാനതിലേക്ക് വരാം. അപ്പോൾ ആ ക്ലാരിറ്റി വരുത്തി പോകാം. ദേവരാജ്, ഇപ്പോൾ ഈ അഭിരാജ് SFIയിലുണ്ടോ? അഭിരാജ് SFI എന്ന സംഘടനയുടെ ഭാഗമായിരുന്നു. ഇന്നലെ നടന്ന യൂണിറ്റ് സമ്മേളനത്തിൽ അഭിരാജിനെ SFIയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. നിലവിലും അഭിരാജ് കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. PK നവാസ്, ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അഭിരാജ് SFIക്ക് പുറത്താണ്, യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരും. അത് തെരഞ്ഞെടുത്ത പോസ്റ്റാണ്. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം വരട്ടെ. ഷാരിഖ് ഇപ്പോഴും KSUവിലുണ്ടോ? ഈ പറയുന്ന ആകാശ് ഇപ്പോഴും KSUവിൽ തന്നെ തുടരുന്നുണ്ടോ? ആദിൽ ഇപ്പോഴും KSUവിൽ തന്നെയുണ്ടോ? PK നവാസ്. ഞാൻ പറയാം. അതിന് മുമ്പ് ദേവരാജിനോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ദേവരാജ് പറഞ്ഞത് SFIയുടെ മെമ്പർഷിപ്പിൽ ഇപ്പോൾ പിന്നെ ഇദ്ദേഹം ഇല്ല എന്നാണല്ലോ അല്ലേ? അഭിരാജ് ഇല്ല, മെമ്പർഷിപ്പ് അദ്ദേഹത്തെ പുറത്താക്കിയല്ലോ അല്ലേ? അതെ. അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹിത്വം മാറ്റി നിർത്തുകയാണോ? അതെ. അഭിരാജ് ഇപ്പോൾ SFIയുടെ അഭിരാജ് ഉണ്ടായിരുന്ന ഘടകം SFIയുടെ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നു. ഇന്നലെ ആ യൂണിറ്റ് സമ്മേളനം നടന്നു. അഭിരാജിനെ നീക്കി. അഭിരാജ് ഇപ്പൊ ആ കമ്മിറ്റിയിലില്ല. അഭിരാജ് ഇവിടെ ഇറങ്ങി. അപ്പൊ അദ്ദേഹം SFI മെമ്പറാണ്, യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വം മാറ്റിയതാണ്. ഞാൻ ക്ലാരിറ്റി വരുത്തിയതാണത്. ഓക്കെ, അല്ല, ഞാനൊന്ന് ക്ലാരിറ്റി വരുത്തിയതാണ്. യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വം ഇനി നവാസിന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. നമുക്ക് അതിൽ ക്ലാരിറ്റി വന്നു. നവാസിന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ആദിലിപ്പോഴും KSUവിലുണ്ടോ? 2 കിലോ കഞ്ചാവുമായി വന്ന ആകാശിന്റെ KSU ബന്ധം പുറത്തു വരുമ്പോൾ ആകാശിനെ പുറത്താക്കിയോ? മൂന്നാമത്തത്, ഇന്ന് പുറത്തു വന്ന വാർത്തയനുസരിച്ച് ഷാരിഖ് ഇതിലൊരു ക്യാമ്പയിൻ, KSUവിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതായി ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അയാൾ ഇപ്പോഴും KSUവിലുണ്ടോ? ഞാൻ പറയാം. ഞാൻ ഇന്ന് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായും വൈസ് പ്രസിഡന്റുമായും ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാദങ്ങൾ ശരിയാണോ? നിങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗികമായ അഭിപ്രായം എന്താണ്? എന്നോട് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഷാരിഖ് 2023 സെപ്റ്റംബർ മാസം നടന്ന ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കാളിയായ ആളാണ്, അതിൻ്റെ ഭാഗമായിരുന്നു. 2024 മാർച്ച് മാസത്തിൽ പോളിയിൽ നിന്ന് ഇയർ ഔട്ടായി പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് സംഘടന മെമ്പർഷിപ്പിൽ ഭാരവാഹിത്വമില്ല. അവർക്ക് കോളേജ് മെമ്പർഷിപ്പ് മാത്രമാണ് KSUവിനുള്ളത്. 2025 മാർച്ചിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഷാരിഖിന് KSUമായി ബന്ധമുണ്ടോ അതല്ലെങ്കിൽ അഭിരാജിന് SFIയുമായി ബന്ധമുണ്ടോ എന്നത് എന്നെ സംബന്ധിച്ച് PK നവാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിരുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നതിൽ രണ്ടാമത്തെ കാര്യമാണ്.
ആരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് KSUവിന്റെ നേതാവായാലും അത് പി കെ നവാസിന്റെ വ്യക്തിപരമായ നിലപാടാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പി കെ നവാസ്. അതൊരു പക്ഷേ ലീഗിന്റെയും വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള നിലപാടായിരിക്കും. പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന UDF-ലെ പ്രബല കക്ഷിയായ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് അതല്ല. ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുള്ള വിഷ്വലിൽ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാചകത്തെയാണ് അരുൺകുമാർ കോട്ട് ചെയ്ത് ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന സിദ്ധാർത്ഥ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളം വലിയ രൂപത്തിൽ ചർച്ച നടത്തി. സിദ്ധാർത്ഥ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് വന്നത് SFI മാത്രമായിരുന്നു, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രതിസ്ഥാനത്തുണ്ടായിരുന്നില്ല. കോട്ടയം നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വണ്ടൂർ, ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന SFIയുടെ നേതാവാണ് പ്രതിസ്ഥാനത്ത് വന്നത്. അവിടെ മറ്റൊരാളുണ്ടായിരുന്നില്ല. നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തയിൽ ആദ്യം SFIയുടെ നേതാവാണ്, ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞ ഇന്നലെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ SFIയുടെ ഭാരവാഹി അംഗത്വമുള്ള ഇപ്പോഴും തുടരുന്ന ഈ ദേവരാജ് ഈ പറയുന്ന സുഹൃത്താണ് അന്ന് ഭാരവാഹി ആയിരുന്ന. ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് പാനലിൽ മത്സരിച്ച ആളായിട്ടും ആ ആദിലിനും ആകാശിനും അടക്കം കഞ്ചാവ് വിതരണം ചെയ്തയാൾ അവിടുത്തെ ഈ പോളിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട KSUവിന്റെ യൂണിറ്റ് ഭാരവാഹി ആയിരുന്നിട്ടും ആ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് KSUവിലേക്ക് വരാൻ വേണ്ടി വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തയാളായിരുന്നിട്ടും SFI പിരിച്ചുവിടണം എന്ന് പറയുന്നതിലെ രാഷ്ട്രീയ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത് പി കെ നവാസ്. അല്ല, ഞാൻ പറയുന്നത് എന്നോടാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ എൻ്റെ ഉത്തരം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരായാലും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഏതു ഒരു രാഷ്ട്രീയത്തിൻ്റെ പതാകയും കൊടിയും അവർക്ക് കാവലാകരുത്, സംരക്ഷണമാകരുത് എന്നാണ് ഞങ്ങളുടെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി മറ്റൊരു കാര്യം കൂടി അരുൺകുമാർ ഞങ്ങളോട് പറയുന്നത്, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് രാഷ്ട്രീയം കലർത്തിയത്, ആരാ രാഷ്ട്രീയം കൊണ്ടുവന്നത്? ഈ മിനിയാന്ന് വൈകുന്നേരം രാത്രി 11:20 കൂടി റെയ്ഡ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ മുഴുവൻ ചാനലുകളിലും അന്ന് രാവിലെ മുതൽ വാർത്ത വരുന്നുണ്ടല്ലോ. ഇന്നലെ വാർത്ത വരുന്ന സമയത്ത് രാവിലെ വാർത്ത വരുമ്പോൾ ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് സംസാരിച്ച രാഷ്ട്രീയ നേതാവാരാണ്? നമ്മുടെ ഈ ചാനലിരിക്കുന്ന സുഹൃത്ത് ദേവരാജ്, അദ്ദേഹം ഒരു വക്കീലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമല്ലേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ആദ്യം സംസാരിച്ചത്? ആ ക്യാമ്പസിലെ സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയം കലർന്ന ആദ്യത്തെ സംസാരം വന്ന് അദ്ദേഹത്തിൻ്റെതാണ്. മാത്രമല്ല, ഈ പ്രതിസ്ഥാനത്തുള്ള FIR 251/2025 FIR പ്രതിയായിട്ടുള്ള ഈ SFIയുടെ യൂണിയൻ സെക്രട്ടറിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ജാമ്യത്തിൽ എടുത്തുകൊണ്ടുവന്നത് ആരാണ്? ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ഏരിയ സെക്രട്ടറി അല്ലേ? ഇതിൻ്റെ രാഷ്ട്രീയം ആരാണ് ഈ വിഷയത്തിൽ ആദ്യം പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നിങ്ങളുടെ വിഷ്വൽ ഉണ്ടാവും. ഞങ്ങൾ ഇന്നലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സാധാരണ പ്രതിപക്ഷ സംഘടന മാർച്ച് നടത്തുമ്പോൾ പോലീസിനെതിരാണ്. ഞങ്ങൾ ഇന്നലെ പോലീസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഭിനന്ദിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നിരന്തരമായ ഹോംവർക്ക് ചെയ്താണ് അവർ ഈ മിഷൻ പൂർത്തീകരിച്ചത്. അപ്പോൾ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എടുക്കേണ്ട നിലപാടാണ്. ഒരു കൊടിയുടെയും നിങ്ങളുടെ UDF-ൽ തന്നെ പെട്ട പ്രബലമായ രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് CPM സംരക്ഷണം നൽകുന്നുവെന്നാണ്. അറസ്റ്റിലായിരിക്കുന്ന പ്രതി KSUക്കാരനാണ്. അറസ്റ്റിലായ പ്രതിയുടെ സഹവാസി KSUക്കാരനാണ്. അറസ്റ്റിലായ പ്രതിയുടെയും പ്രതിയുടെ സഹവാസിയുടെയും മുറിയിലേക്ക് കഞ്ചാവ് എത്തിച്ചയാൾ KSUവിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തയാളാണ്. പക്ഷേ കഞ്ചാവിന് CPM സംരക്ഷണം. ഇതെന്ത് ലോജിക്കാണ് പി കെ നവാസ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ നവാസിന്റെ അഭിപ്രായത്തോടല്ല, നവാസിന്റെ കൂടി പാർട്ടി ഉൾപ്പെടുന്ന UDF-ന്റെ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ പ്രതികരണത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. പി കെ നവാസ്. അതെ അരുൺകുമാർ, അതെൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായ ലോജിക്ക് ഞാൻ പറയാം. ഇതിലിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നത് ആരാണ്? KSUവിൻ്റെ പ്രതിനിധിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റേഷനിലേക്ക് വന്ന് ഞങ്ങളുടെ പ്രതിനിധിയെ ജാമ്യത്തിലെടുക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും KSU നേതാവ് വന്നോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് വന്നോ? അവിടുത്തെ ഏരിയ കമ്മിറ്റി നമുക്ക് നോക്കാം. സമാനമായ സമയത്ത് SFIയുടെ പ്രതിനിധിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദേവരാജിൽ ആദ്യം രാഷ്ട്രീയം കലർത്തിയത് ദേവരാജാണ്. ഇതിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി നിങ്ങൾ തിടുക്കപ്പെട്ടു പോയത് എന്തിനാണ് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. KSUവിലെ ആരെങ്കിലും ഒരാൾ ജാമ്യം എടുക്കാൻ വേണ്ടി ഈ ആദിലിനെയോ അതല്ലെങ്കിൽ ആകാശിനെയോ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വന്നോ എന്നാണ് പി കെ നവാസിന്റെ ചോദ്യം. ദേവരാജ്. ഒന്നാമത്തെ കാര്യം, ജാമ്യം എടുക്കാൻ വേണ്ടി SFIയുടെ ഏരിയ ഭാരവാഹികൾ പോയി എന്നുള്ള വിവരം എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളതാണ്. കാരണം SFIയുടെ ഏരിയ ഭാരവാഹികൾ കഴിഞ്ഞ 2 ദിവസമായി ഈ
ദേവരാജ്, ചെറിയ ശബ്ദ തടസ്സമുണ്ട്. ഞാൻ അരുൺകുമാറിലേക്ക് ഒന്ന് പോകുന്നു. അതിനുശേഷം താങ്കളുടെ ഓഡിയോ ക്ലിയർ ആയതിനു ശേഷം പറഞ്ഞു വരാം. അരുൺകുമാർ, പി കെ നവാസിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. എനിക്ക് റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി പോകണം. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. രാഷ്ട്രീയമാണിപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അരുൺ, പി കെ നവാസ് ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ്. ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഇതിൽ ആദ്യം രാഷ്ട്രീയം കലർത്തിയത് SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്, ഏരിയ ഭാരവാഹിയാണ്. അതിനുശേഷം KSUവിൻ്റെ നേതാവ് രംഗത്ത് വന്നത് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന നിലപാടുമായിട്ട് രംഗത്ത് വരുന്നു എന്നാണ് പി കെ നവാസ് പറയുന്നത്. അരുൺ, അങ്ങ് 3 തവണ ചോദിച്ചു പി കെ നവാസിനോട്. പി കെ നവാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDFന്റെ പ്രതിനിധിയായിട്ടാണല്ലോ. അവിടെ 2 കിലോ കഞ്ചാവ് പിടിച്ചത് KSU നേതാവിന്റെ റൂമിൽ നിന്ന്, കഞ്ചാവ് കൊണ്ടുവന്നത് KSU നേതാവിന്റെ റൂമിൽ നിന്ന്, കഞ്ചാവ് അളക്കുന്ന മെഷീൻ പിടിച്ചത് KSU നേതാവിന്റെ റൂമിൽ നിന്ന്. ഇപ്പൊ 5 പേരെ പിടിച്ചതിൽ 4 പേരും KSU നേതാക്കന്മാർ, റിമാൻഡ് ചെയ്യപ്പെട്ട 3 പേരും KSU നേതാക്കന്മാർ. പിന്നെ എന്തിനാ പിന്നെ എന്തിനാ അല്ലല്ല പിന്നെ എന്തിനാ പി കെ നവാസ് ഊഴത്തിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞത് ഒരു വാക്കുപോലും ഇല്ല, കള്ളമല്ല. അതിലേതാണ് കള്ളം? പി കെ നവാസ്, ഒരു നിമിഷം. പി കെ നവാസ് ഈ പറഞ്ഞ കാര്യത്തിൽ ഏതാണ് അസത്യം? ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാം. താങ്കൾ പറഞ്ഞ ഞാൻ പറയാം. അതിൽ KSUമായി ബന്ധമുള്ള ഏക വ്യക്തി ഞാൻ പറയട്ടെന്നേ. കള്ളം ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ഇന്നലെ തൊട്ട് ചർച്ചയിൽ പറയുന്നു 2 കിലോഗ്രാമുമായി ബന്ധപ്പെട്ട് 252/2025 ആ FIR പ്രതി അയാൾ KSU ആണെന്ന്. എന്ത് തെളിവാണ് നിങ്ങൾ എടുത്തുള്ളത്? നിങ്ങളൊന്ന് പറ. സ്റ്റേറ്റ് സെക്രട്ടറി പത്രസമ്മേളനം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പറ. ഒരു നിമിഷം പി കെ നവാസ്, ഒരു നിമിഷം പി കെ നവാസ്, നമുക്കൊരു ഓഡിയോ ബൈറ്റ് കേൾക്കാം. അത് ആദിൽ പറഞ്ഞ വാചകമാണ്, ഇന്നലെ പറഞ്ഞതാണ്. ആ വാചകമാണ് യഥാർത്ഥത്തിൽ ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. താങ്കൾക്ക് കൂടി കേൾക്കാം. നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഞങ്ങളൊപ്പം KSUവിനൊപ്പം ഉള്ളതാണ്. പക്ഷെ ഞാനാണ് മത്സരിച്ചതും പിന്നെ ഇവൻ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. ഇതിപ്പോ തീർച്ചയായിട്ടും SFI എന്നുള്ളൊരു പാർട്ടിയുടെ ഇതിൽ നിന്ന് മറ്റ് ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇതായിട്ട്. ഒരിക്കൽ കൂടി നമുക്ക് അതൊന്ന് ബൈറ്റ് കേൾക്കാം. അതിൽ ഇടയ്ക്ക് ഒരു ഇന്റർഫറൻസ് വന്നു എന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. നവാസ് അത് കേട്ടു എനിക്ക് മനസ്സിലായി. ബാക്കിയുള്ള പ്രേക്ഷകർ ഇത് കേട്ടില്ല. ഒരിക്കൽ കൂടി. ആകാശ് ഭാരവാഹിയാണോ? ഞങ്ങളൊപ്പം KSUവിനൊപ്പം ഉള്ളതാണ്. പക്ഷെ ഞാനാണ് മത്സരിച്ചതും പിന്നെ ഇവൻ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. ഇതിപ്പോ തീർച്ചയായിട്ടും SFI എന്നുള്ളൊരു പാർട്ടിയുടെ ഇതിൽ നിന്ന്. പറയൂ. അല്ല, ഇനി എന്താ പറയാനുള്ളത്? അതിനകത്ത് സുന്ദരമാണ്. ആദിൽ പറഞ്ഞതിനെയാണ് ആധികാരികമായി എടുക്കുന്നതെങ്കിൽ അതിന് രണ്ടാം ഭാഗത്ത് പറഞ്ഞ ആധികാരികമായി അല്ല, ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞ തെറ്റില്ല. സത്യസന്ധമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. താങ്കളാണ് പറഞ്ഞത് ഞാൻ നുണ പറഞ്ഞു. എന്നോടാണ് ചോദ്യം, താങ്കളോടല്ല. ഞാൻ പറഞ്ഞോട്ടെ. ആണെന്ന് അടിവരയിട്ട് പറയും. താങ്കൾ നുണ പറയുന്നു. ഈ പറയുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ 252/2025 FIR പ്രതിയായ വ്യക്തി KSUമായി ബന്ധമില്ല. ഇനി KSUമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്നേ. ആരായാലും അവർ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഷാരിഖ് KSUവിന്റെ പ്രതിനിധിയാണ്, KSUയുടെ ഭാരവാഹി ആയിരുന്നു. അദ്ദേഹം ഇതിൽ പ്രതിയാണ്. ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന് 2 അഭിപ്രായം. പക്ഷേ ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട് റിമാൻഡിലായ ഏക പ്രതിയായിരുന്ന ആകാശിന് KSUമായി ബന്ധമുണ്ടെന്ന് ആകാശിന്റെ സഹമുറിയനും അഥവാ സഹവാസിയും ആകാശിന്റെ പാനലിൽ തന്നെ മത്സരിച്ച ആർട്സ് ക്ലബ് സെക്രട്ടറിയെ മത്സരിച്ച് പരാജയപ്പെട്ടയാളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇനി നമ്മളത് അസത്യമാണെന്ന് പറയണോ നവാസ്? അതന്നെയാണ് എന്റെ ചോദ്യം. ഈ കേസിൽ കുറ്റാരോപിതനായ വ്യക്തി കൂടി പറയാണ്. അതുകൂടി പറയുന്നു അരുൺകുമാർ. ഞാൻ പറയട്ടെ. അയാൾ KSUവിന്റെ പാനലിൽ മത്സരിച്ചയാളാണ്. അതിനുശേഷം പറഞ്ഞ അയാൾ KSUവിന്റെ പാനലിൽ മത്സരിച്ചയാളാണ്. ഈ കേസിലെ കുറ്റാരോപിതനായ അഭിരാജ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അല്ല, ഞാൻ ഇതിൽ നിൽക്കുന്ന പോലീസിന്റെ വേർഷനിലാണ്. ആരോപിതരായവരോ കുറ്റക്കാരായവരോ പറയുന്നതിനല്ല ഞാൻ മാനദണ്ഡത്തിൽ എടുക്കുന്നത്. കേരള പോലീസ് ഈ വിഷയത്തിൽ എന്ത് പറയുന്നു, അവരുടെ FIR എന്ത് പറയുന്നു, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് പറയുന്നു, SP ഇന്നലെയും ഇന്ന് പത്രസമ്മേളനം നടത്തി, അവരെന്ത് പറയുന്നിടത്ത് ഞാനുള്ളത്. ഞാൻ അരുൺകുമാർ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ഇതിൽ രാഷ്ട്രീയമല്ല പ്രശ്നം, രാഷ്ട്രീയ സംരക്ഷണമാണ് പ്രശ്നം. ഇതിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ആ വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വാഭാവികമായി അംഗത്വം ഉണ്ടായേക്കാം. രണ്ടല്ലെന്നേ, ഒന്നാം ഞാൻ പറയുന്നത്, എന്നെ പറയാൻ അനുവദിക്കുന്നേ.
കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളിൽ എല്ലാ വിദ്യാർത്ഥികളുണ്ട്. ഇതിൽ ആര് ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഫിൽട്ടർ ചെയ്യാൻ കഴിയാത്ത വിധം ഇത് മാരകമായ ക്യാൻസറായി ബാധിച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്? പുറത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? കേസിന്റെ പുറത്ത് സർവകലാശാലകളിലെ കലാലയങ്ങളിലെ MSFനെ പോലെ KSUവിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ മുന്നിൽ നിർത്തി അതിനെ അപമാനിക്കുകയും തേജോവധം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നതാണ് എന്റെ ചോദ്യം. അവിടെയാണ് ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ വാചകം പ്രസക്തമാകുന്നത്. കൊടിയുടെ നിറം നോക്കിയല്ല ഇതിനെതിരെ പോരാട്ടം നയിക്കേണ്ടത്. പക്ഷേ രമേശ് ചെന്നിത്തല ചെയ്തത് എന്താ? പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങളാരും ചെയ്യാത്തത് എന്താ? അല്ല, അതാ ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും തന്നെ അല്ലേ ASFന്റെ സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസാക്കി പറഞ്ഞത്? RSSന്റെ വിദ്യാർത്ഥി സംഘടനയെ പോലെ ഈ SFI പെരുമാറുന്നു. സെക്രട്ടറി പറഞ്ഞത് പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരണത്തിന് ആ വാചകത്തെ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ചർച്ച ശരി നവാസ്, നമ്മൾ അരുണിനെ പാതി വഴിയിൽ നിർത്തിയതാണ്. അരുൺ തുടരാം. അല്ല നവാസ് ഒരു കാര്യം ശ്രദ്ധിക്കുക. സത്യമെന്നും സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. നിങ്ങളുടെ സാമർത്ഥ്യം കാരണം ഇന്നലെ ഉച്ചവരെ SFI കളമശ്ശേരി പോളിടെക്നിക് SFI മയക്കുമരുന്ന് കൊണ്ടുവന്നു വാർത്ത സ്ട്രോൾ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ തന്നെ മാർച്ച് നടത്തി. ഉച്ച കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ഇത് മര്യാദകേടാണ് നവാസ് കാണിക്കുന്നത്. ഇത് മര്യാദകേടാണ്. ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കെങ്കിലും താല്പര്യമുണ്ട്. കാരണം ഉച്ച കഴിഞ്ഞ് KSUവിന്റെ നേതാക്കന്മാർ പറഞ്ഞു, എന്താ ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല. എന്താണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞത്? ഇതിൽ 2 കിലോ പിടിച്ചത് KSUക്കാരന്റെ മുറിയിൽ നിന്ന്, ആ കൈയോടെ പിടിച്ചത് KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമായ ആകാശ്, അവിടെ മത്സരിച്ച ആദിൽ, അദ്ദേഹമാണ് ആ റൂമിലെ റൂംമേറ്റ്. ഇത് കൊണ്ടേ വെച്ചത് KSUക്കാരൻ. അതുപോലെ ഇതിന്റെ ത്രാസ് പിടിച്ചത് KSUവിന്റെ റൂമിൽ നിന്ന്. ഇപ്പോൾ റിമാൻഡിൽ പോയ 3 പേരും KSUക്കാർ. ഇതെല്ലാം KSU മയമാണെന്ന് മനസ്സിലായപ്പോ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടു ഇത് KSUവിലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ SFIയെ പരിചാരികയാണ്. ഒറ്റ കാര്യം, ഇത്രയും KSUക്കാർ പ്രതിയാകുമ്പോൾ എന്തുകൊണ്ട് SFI പിടിച്ചുവിടണം എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്നാൽ KSUവിന് ഇങ്ങനെ ഒരു കുറവുണ്ട്, ഞങ്ങൾ പരിശോധിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞോ? ഞങ്ങളുടെ യൂണിയൻ മെമ്പർ അതിൽ പ്രതിയായി വന്നു, ബെയിലബിൾ ഒഫൻസ് ആയിക്കോട്ടെ. ഞങ്ങൾ അന്നത്തെ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹം ഇന്ന് SFIയുടെ ഭാഗമല്ല. ജാഗ്രത കുറവുണ്ടെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്മിറ്റ് ചെയ്തു. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി. ക്യാമ്പസിൽ ഞങ്ങളും നിങ്ങളും ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഭാഗമായി മാറാൻ പാടില്ല. ഏറ്റവും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ നമ്മൾ ഈ ക്യാമ്പസിനെ രക്ഷിക്കാൻ, യുവത്വത്തെ രക്ഷിക്കാൻ ഇടപെടേണ്ടവരാണ്. പക്ഷെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരാളെയും തള്ളി പറയാതെ SFIയെ പിരിച്ചുവിടണം എന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവിടെയാണ് നിങ്ങളുടെ സാമർത്ഥ്യം. അത് സത്യത്തെക്കാൾ സുന്ദരമായിരിക്കും 1-2 ദിവസം. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. KSU ആണ് ഇപ്പൊ മാർച്ച് നടത്തി. എന്താ കാസർഗോഡ് മുതൽ നിങ്ങൾ നടത്തുന്ന ജാഥ എറണാകുളം ജില്ലയിൽ വന്നപ്പോഴാണ് ഈ 2 കിലോ കഞ്ചാവുമായിട്ട് KSU ഒന്ന് മനസ്സിലാക്കണം. ഡോക്ടർ അരുൺ, ഒറ്റ കാര്യം, ഈ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? ഏറ്റവും മാതൃകാ പുരുഷനെയാണ് നമ്മൾ ഒരു ക്യാമ്പസിലെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നെ. ആ ക്യാമ്പസിലുള്ള മുഴുവൻ KSU അനുഭാവികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് 2 കിലോ കഞ്ചാവായിട്ട് വന്ന് അവിടെ ക്യാമ്പസിലെ പഠനം കഴിഞ്ഞിട്ടും KSUവിന്റെ റൂമിൽ കൊണ്ടുപോയി കഞ്ചാവ് വെക്കുന്ന ആള് മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്താൽ ആ മെമ്പർമാരുടെ അവസ്ഥ എന്താകും? പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അടക്കമുള്ളവർക്ക് ആ മെമ്പർഷിപ്പ് കൊടുക്കണേ. മെമ്പർഷിപ്പ് ആണോ കൊടുക്കുന്നത് അതോ ഈ പൊതിയാണോ കൊടുക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തും. അതുകൊണ്ട് KSU തന്നെയാണ് ഇത് ഉത്തരവാദി. നിങ്ങൾ കൂടിയുണ്ട്. അതിനു മുമ്പ് നമുക്ക് റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടറിലേക്ക് കൂടി ഒന്ന് പോകണം. കാലിലേക്ക് സുരേഷ് റിച്ചാർഡ്, പാർട്ടികൾ ഏതുമാവട്ടെ, സംഘടനകൾ ഏതുമാകട്ടെ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രക്ഷാകർതൃത്വമാണോ കലാലയങ്ങളിൽ ഈ ലഹരിയുടെ കച്ചവടം കൂടാനുള്ള കാരണം? കേട്ടുകേൾവിയില്ലാത്തതാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ് കലാലയത്തിലെ ഒരു ഹോസ്റ്റലിൽ പ്രീ ബുക്കിംഗ് ഓഫറോടു കൂടി ഡിസ്കൗണ്ട് സെയിലിൽ ത്രാസ് വെച്ച് കഞ്ചാവ് കച്ചവടം നടന്നിരുന്നുവെന്ന വാർത്ത. താങ്കൾ ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയോ സുരേഷ് റിച്ചാർഡ്? തീർച്ചയായിട്ടും ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ ആദ്യമായി റിപ്പോർട്ടർ ചാനലിന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാനിവിടെ ആലോചിക്കുകയായിരുന്നു, എന്നെ എന്തിനാണ് ഇവിടേക്ക് ക്ഷണിച്ചതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാരമില്ല, ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. പിന്നെ നല്ല നല്ല വാക്കുകൾ നേതാക്കന്മാരിൽ നിന്നും കേട്ടു തുടങ്ങി. അതും നല്ല കാര്യമാണ്.
ലഹരി കേസിൽ പ്രതികളായ കുട്ടികൾക്ക് യാതൊരുവിധ സപ്പോർട്ടും ഒരു നിയമസഹായവും ജാമ്യമെടുക്കാൻ പോലും ഈ നേതാക്കന്മാർ പോകരുത്. പക്ഷേ ഇവിടുത്തെ ഈ ചാനൽ ചർച്ചയിലെ പോരാട്ടം കാണുമ്പോൾ എനിക്ക് നിരാശയാണ്. കാരണം ഇവരുടെ ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര വശ്യോടും വൈരാഗ്യത്തോടും വീര്യത്തോടുമാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഇതിൻ്റെ റിസൾട്ട് കാണുമെന്നുള്ളതിൽ ഞാൻ സംശയിക്കുകയാണ്. പിന്നെ അതേപോലെ ഈ കുട്ടികളിങ്ങനെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കാരണം തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പുറത്തുനിന്നുള്ള ഒരു നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ സപ്പോർട്ടാണ് ഇല്ലാതാക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ഇന്നലെ എന്നോട് ഇതിൻ്റെ സോഴ്സിനെ കുറിച്ച് ചോദിച്ചു. ഇതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ ആണോ? കാരണം ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഡൊണേഷൻസ് വെയർ കളക്റ്റഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഗഞ്ച എന്ന പത്രത്തിലുണ്ട്. അപ്പോൾ ഗഞ്ച വാങ്ങാനായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നത് 27 NDPS ആക്ട് 27A അനുസരിച്ച് നോൺ ബെയിലബിളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കടുത്ത ശിക്ഷ കിട്ടുന്നതാണ്. ആ മേഖലയിലേക്ക് തിരിയണം. ഏതൊക്കെ കുട്ടികളാണ് ഇതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകിയത്? പിന്നെ ഇതിൻ്റെ കോൺസ്പിറസി, ഇതിനൊരു ഈ പരിപാടി നടത്തുന്നതിന് അല്ലെങ്കിൽ ഗഞ്ചാവ് വാങ്ങുന്നതിന്, ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരു കോൺസ്പിറസി ഉണ്ട്. ആ ഗൂഢാലോചനയും ജാമ്യമില്ലാ കുറ്റമാണ്. അപ്പോൾ പോലീസുകാർ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന, ഇതിൻ്റെ പിന്നിലെ സാമ്പത്തിക സഹായം, കാരണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്തവരാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സമ്പത്ത് കിട്ടിയെന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. അങ്ങനെ ഇതിനകത്ത് പിടിക്കപ്പെട്ടവർ മാത്രമല്ല, ഇതിനെ സഹായിച്ചവർ, ഇതിൻ്റെ പിന്നിലുള്ളവരും തീർച്ചയായിട്ടും, എങ്കിൽ മാത്രമേ ഈ കുറ്റകൃത്യത്തിൽ നിന്നും മറ്റു കുട്ടികൾ പോകൂ എന്നുള്ളതാണ്. എനിക്ക് മതിയായ സമയം തരണം. അതുപോലെ തന്നെ ഈ കേസിൽ ഇപ്പോൾ മൊഴി പുറത്തു വരുമ്പോൾ, ഈ കേസിൽ ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പേർ, അതിലൊരാൾ ഷാലിഖ് എന്ന് പറയുന്നയാളാണ്, മറ്റൊരാൾ ആഷിഖാണ്. ഇവർ രണ്ടുപേരും ഈ ഭാഗങ്ങളിൽ നിരന്തരം ഈ ലഹരി കച്ചവടം നടത്തിയിരുന്ന ആളുകളായിരുന്നു എന്നാണ് മൊഴി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാൾ 3 വർഷം ഈ പോളിടെക്നിക്കിൽ പഠിച്ചയാളാണ്. ഇയാൾ അവിടുത്തെ ഒരു പ്രബല സംഘടനയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുന്ന തരത്തിൽ ആ ക്യാമ്പസിൽ ആദരിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറയുമ്പോൾ ഈ കച്ചവടം എത്രമാത്രം വലിയ ക്വാണ്ടിറ്റിയിൽ അവിടെ നടന്നിട്ടുണ്ടാവാം എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇയാൾ അവിടെ നടത്തിയതൊരു വലിയ കഞ്ചാവ് ലോബി, ഒരു വലിയ സാമ്രാജ്യമായി സൃഷ്ടിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ സുരേഷ് റിച്ചാർഡ്? തീർച്ചയായും ആ പോയിൻ്റ് ഔട്ട് ചെയ്ത ആ വ്യക്തിയെ തീർച്ചയായും നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന കണ്ണിയായിട്ട് എടുക്കണം. അയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉറവിടത്തെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ കിട്ടും. ആ ക്യാമ്പസിൽ, ആ പോളിടെക്നിക് കോളേജിൽ ലഹരി ഇത്രയും വ്യാപകമാകാനും ഇതിനകത്ത് അകപ്പെടാനും ആ പാർട്ടി എങ്ങനെ നടത്തുവാനും ഒക്കെ അയാൾ ഒരു പ്രധാന കണ്ണി തന്നെയാണെന്നാണ് എൻ്റെയും ചുരുങ്ങിയ അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകളും. തീർച്ചയായിട്ടും അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് എനിക്ക് പറയാനുള്ളത്, പറഞ്ഞോളൂ. ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് ഞാൻ പറയാണ്, എക്സൈസ് വകുപ്പിനെയും കൂടി ഒന്ന് നവീകരിക്കേണ്ടതുണ്ട്. എക്സൈസ് ഏതൊരു കേസ് എടുക്കുന്നതിലല്ല, എടുത്ത കേസിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിലാണ് അതിൻ്റെ ഫലമുണ്ടാക്കുന്നത്. അപ്പോൾ കേസെടുത്ത ഉദ്യോഗസ്ഥർ തന്നെ കേസ് അന്വേഷിക്കുന്നത് ശരിയല്ല. അതിൻ്റെ ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, സ്പീഡും ഒന്നും കൂടില്ല. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതുപോലെ ക്രൈംബ്രാഞ്ച് സംവിധാനം എക്സൈസ് വകുപ്പിലുമുണ്ട്. ഇപ്പോൾ ഉള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം സോണൽ ലെവലിലാണ്. ദക്ഷിണ മേഖല, ഉത്തരമേഖല, അതുപോലെ തന്നെ സെൻട്രൽ സോൺ. അത് പോരാ, 2 ജില്ലകൾക്കെങ്കിലും ഒരു ക്രൈംബ്രാഞ്ച് എന്ന രീതിയിൽ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ വേഗത്തിൽ കേസന്വേഷണം നടക്കുകയും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സൈസ് വകുപ്പിൽ മദ്യം കൊടുക്കാൻ ലൈസൻസും വിൽക്കാനും ഒക്കെ ലൈസൻസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കുട്ടികളുടെ മുമ്പിൽ പോയി ആ ഉദ്യോഗസ്ഥനെ ക്ലാസ് എടുക്കുന്നത്, അത് ക്ലാസ് എടുത്തുകൂടാന്ന് ഞാൻ പറയുന്നില്ല, അതൊരു വിരോധാഭാസ അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേടുണ്ട്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തുന്നുണ്ട്. എത്രയും വേഗം ഈ വിമുക്തി മിഷൻ സാമൂഹ്യക്ഷേമ വകുപ്പിനോട് നടത്തണം. എന്നിട്ട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെൻറ്റ് ജോലികളിലേക്ക് ഫ്രീ ആക്കണം. അത് കാരണം എക്സൈസ് വകുപ്പിൽ സൈന്യത്തിൽ അംഗബലം കുറവാണ്.
അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളോട് ഈ ഗവൺമെൻറ് ഈ സാഹചര്യത്തിൽ കൈക്കൊള്ളണമെന്നുള്ള ഒരു അഭ്യർത്ഥന. അതുപോലെ എല്ലാ ഓഫീസുകൾക്കും വാഹനം കൊടുക്കണം. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ കണ്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പല റേഞ്ച് ഓഫീസിലും വണ്ടികളില്ല. എങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ ഉടച്ചു വാർക്കേണ്ടതെന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട് സുരേഷിനോട്. ശ്രീ സുരേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം നോക്കൂ. കഴിഞ്ഞ 3 വർഷമായോ അതിലധികമായിട്ടോ ഈ ക്യാമ്പസിൽ ഈ കഞ്ചാവിൻ്റെ കച്ചവടം നടന്നിരുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ത്രാസടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രീ ബുക്കിംഗ് ഓഫറോട് കൂടി ഡിസ്കൗണ്ട് സെയിലിൽ അതവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളുടെ മുറികളിൽ അവരുടെ അറിവോടെ, അവരുടെ അനുമതിയോടെ, അവരുടെ പ്രോത്സാഹനത്തോടെ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിവരം പ്രിൻസിപ്പൽ അറിഞ്ഞ് ഗതികെട്ടാണ് പ്രിൻസിപ്പൽ എക്സൈസിനും പോലീസിനും കത്ത് കൊടുക്കുന്നതും പോലീസ് ആരും അറിയാതെ അവിടെ റെയ്ഡ് നടത്തുന്നതും. ഇത് മറ്റാരെങ്കിലും അറിയിച്ചിരുന്നെങ്കിൽ ഈ സാധനമൊക്കെ അവിടെ നിഷ്പ്രയാസം കടത്താൻ ഇവർക്ക് വളരെ കുറച്ചു സമയം മതി. അതിനുള്ള സംവിധാനങ്ങൾ പോലും ഇവിടെ ഉണ്ടാവും അല്ലേ? അതെ, ഇത് കേട്ടപ്പോൾ ഈ ത്രാസും മറ്റു കാര്യങ്ങളും കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ അതിശയമാണ് തോന്നിയത്. പിന്നെ ആ പ്രിൻസിപ്പളിനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം അദ്ദേഹം അത് ചെയ്തത് കൊണ്ടല്ലേ ഇത് കണ്ടെത്താൻ കഴിഞ്ഞതും അവിടെ ഭൂരിപക്ഷം കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു കച്ചവട ശൃംഖല തന്നെയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായി അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം നിലനിർത്തണം. അവർ ഇതിൻ്റെ സോഴ്സും ഇതിൻ്റെ കണ്ണികളും എത്ര നാളായിട്ട് ഇത് കച്ചവടം ചെയ്യുന്നു എന്നുള്ളതെല്ലാം സവിസ്തരം അന്വേഷിച്ചിട്ട് മാതൃകാപരമായ ഒരു കുറ്റാന്വേഷണവും അതിൻ്റെ ശിക്ഷയുമായിരിക്കണം. ആർക്കും ഇനിമേൽ ധൈര്യപ്പെടാൻ കഴിയാത്ത പാകത്തിലുള്ള മാതൃകാ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ നവാസ്, അങ്ങ് പറഞ്ഞു അങ്ങേക്ക് 1 മിനിറ്റ് സമയം വേണമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു 1.5 മിനിറ്റ് സമയമുണ്ട്. നിലവിലെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം നേതാക്കൾ അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്? പി കെ നവാസ്, ചർച്ച അവസാനിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും KSU ആണെങ്കിലും SFI ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടമല്ലേ വേണ്ടത്? പി കെ നവാസ്. ശ്രീ അരുൺകുമാർ, KS അരുൺകുമാറിൻ്റെ കൊടുത്തതിൻ്റെ പകുതി സമയങ്ങളിൽ തന്നെ എന്നോട് നീതി കാണിക്കണം ഞാൻ ആമുഖമായി ആവശ്യപ്പെടുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് വരുന്നത്, എൻ്റെ സമയം കളയുന്നില്ല. ഈ കേസിൽ 3 പേർ ആരോപണ വിധേയരാണ്. ഒന്ന് ഷാരിഖാണ്, ആഷിഖാണ്, അഭിജിത്താണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത അഭിരാജാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരാളുണ്ട്. ഇത് 2 സംഘടനയിൽ അംഗത്വമുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. എന്നെ പറയാൻ അനുവദിക്കണേ. അതിൽ ഷാരിഖ് KSUവിൻ്റെ ഭാഗമാണ്, അഭിരാജ് SFIയുടെ ഭാഗമാണ്. എന്നാണ് ഷാരിഖ് KSUവിൻ്റെ ഭാഗം? 2023 ഒക്ടോബർ KSUവിൻ്റെ ഭാഗമാണ്. 2024 മാർച്ച് വരെ അതിൻ്റെ ഭാഗമായിരുന്നു. അഭിരാജ് ഇന്നലെ വരെ ഇതിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇതിൽ സംഘടനയെ പ്രതി ചേർക്കാനല്ല. എവിടെയാണ് സംഘടന പ്രതിയാകുന്നത്? അഭിരാജിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ SFIയുടെ ഏരിയ സെക്രട്ടറി പ്രത്യക്ഷപ്പെടുന്നു. അയാളെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ SFI പ്രതിസ്ഥാനത്താണ്. അങ്ങനെ KSU വന്നോ? ഈ ഷാരിഖിന്റെ കാര്യത്തിൽ KSU വന്നോ? വന്നില്ല. രണ്ടാമത് ജാമ്യമെടുക്കാൻ SFI നേതാക്കന്മാർ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ SFI പ്രതിയാണ്. അതുവരെ SFI മെമ്പർഷിപ്പുള്ള അഭിരാജ് എന്ന വ്യക്തി മാത്രമാണ് പ്രതിയാകുന്നത്. SFI എവിടെയാണ് പ്രതിയാകുന്നത്? ജാമ്യമെടുക്കാൻ അവിടെ വരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം ജാഗ്രത കുറവുണ്ടായി എന്നാണ്. എന്താ അരുൺകുമാർ ഈ ജാഗ്രത കുറവ്? അരുൺ, ഞാൻ പറയുന്നത് ജാഗ്രത കുറവ് എന്താണ്? പാക്കറ്റ് ഒളിപ്പിച്ചതിൽ ജാഗ്രത കുറവുണ്ടായോ? പോലീസ് വരുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ജാഗ്രത കുറവാണോ? എന്നാൽ ഞങ്ങൾ ഉൾപ്പെടെ ഷാരിഖ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാനൊന്ന് പറയട്ടെ, ഷാരിഖ് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് രാജ്യദ്രോഹമാണ്, തെറ്റാണ്, ചെയ്ത് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നു. ഞങ്ങളുടെ വാദം അതാണ്. മാത്രമല്ല ഇവിടെ അഭിരാജ് പറഞ്ഞത് പോലീസ് ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യുന്നുവെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? SFIയുടെ ഏരിയ സെക്രട്ടറി, ചർച്ചയിലിരിക്കുന്ന ഏരിയ സെക്രട്ടറി അല്ലേ? പോലീസ് അഭിരാജിനെ അന്യായമായി പ്രതിയാക്കണം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ലേ അഭിരാജ് പത്രക്കാരോട് പറഞ്ഞത്? എന്നാൽ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഇന്നലെ അർദ്ധരാത്രിയും കളമശ്ശേരി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞത് പ്രതി ആരാണ്? കൊടി നോക്കരുത്, പ്രതി ആരാണ് പിടിക്കപ്പെടണമെന്നാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും പ്രതി ആരായാലും ശരി, ഏത് പാർട്ടിയിലായാലും ശരി, ഞങ്ങൾ സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, MLA പ്രതിഭയുടെ മകൻ ഈ കേസിൽ പ്രതിയാകുമ്പോ എന്താ സജി ചെറിയാൻ പറഞ്ഞത്? 2 പുകയിടുന്നവരല്ലേ എന്ന് പറഞ്ഞ മന്ത്രി ഭരിക്കുന്ന നാടല്ലേ? ആ രാഷ്ട്രീയത്തിൽ കൂട്ടിക്കാക്കണം ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയാം. അങ്ങനെ രാഷ്ട്രീയം നിറം കൊടുക്കണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് വിളിക്കുന്ന മുദ്രാവാക്യവും ഇതിന് സംരക്ഷണമില്ല എന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധ്യമാകും. ആദ്യം ഫ്രെയിമിലേക്ക് വന്ന ആരാ? അരുൺകുമാർ. ആദ്യം അരുൺകുമാർ വന്നത് ദേവരാജ് അല്ലേ?
ചോദ്യത്തിനുള്ള മറുപടി. ഇതിൽ രാഷ്ട്രീയം കലർത്തിയതും ഇതിൽ ആദ്യം പ്രതിഷേധം അഭിരാജിനെ സംരക്ഷിക്കാൻ വന്നത് SFI ആണ്, കേസ് വന്നിട്ടില്ല എന്നതാണ് പി കെ ദാസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. അരുൺ ഒരു നിമിഷം വഴങ്ങണം, പി കെ ദാസ് വഴങ്ങണം. ഞാനൊന്ന് ദേവരാജിന്റെ പ്രതികരണം എടുത്തു വരാം. ദേവരാജ് മറുപടി. അരുൺ ഒരു നിമിഷം. ദേവരാജ് മറുപടി. ഈ വിഷയത്തിനകത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയം കലർത്തിയ SFI ആണോ? ആദ്യം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് ഞാനാണോ? ഈ നാടിനകത്തുള്ള പ്രതിപക്ഷ നേതാവ് അടക്കം വന്നു നിന്നുകൊണ്ട് SFI എല്ലാം ക്രിമിനലുകളാണ്, ക്യാമ്പസിനകത്ത് SFI കഞ്ചാവ് കച്ചവടം നടത്താനാണ് ആദ്യം പ്രസ്താവന. SFI കഞ്ചാവ് കച്ചവടം നടത്തുകയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് കേസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? പിന്നെ കേസുവിന്റെ അലോഷ്യസ് സേവ്യർ വരുന്നതിന് മുൻപ് നിങ്ങൾ SFIയുടെ ഏരിയ സെക്രട്ടറി ഈ അഭിരാജിനെ വെള്ളപൂശാൻ വന്നത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. വെള്ള പൂശാൻ വേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഏത് ഘട്ടത്തിനകത്തും SFIയുടെ ഭാഗമായി നിൽക്കുന്ന ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണത്തെ സംശയിച്ചത് നിങ്ങളല്ലേ ദേവരാജ്? സാർ എന്തിനാണ് സാർ ആ വിഷയത്തിൽ ഇടപെട്ടത്? എന്താണ് പറഞ്ഞത്? അതേ ആകാശിനെ റിമാൻഡ് ചെയ്തത് പോലീസല്ലേ? അതേ ആകാശ് വഴി ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഷാരിഖിലേക്കും ആഷിഖിലേക്കും എത്തിയത് ഇതേ അന്വേഷണമല്ലേ? ആ അന്വേഷണത്തെ ദേവരാജ് എന്തിനാണ് സംശയിച്ചത്? ആ അന്വേഷണത്തെ എന്തിനാണ് അഭിരാജ് സംശയിച്ചത്? അതാണ് ദേവരാജിന്റെ മറുപടി. തോന്നിയാൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അത് ചൂണ്ടിക്കാണിയിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവ് പോലും പറയാത്ത കാര്യം എന്തുകൊണ്ട് ദേവരാജിനെ പോലെയുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി വന്ന് പറഞ്ഞ് അഭിരാജിനെ സംരക്ഷിക്കുന്ന മട്ടിൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു? അതാണ് ചോദ്യം. പക്ഷെ ഇങ്ങനെയല്ലല്ലോ ദേവരാജ് പറഞ്ഞിരുന്നത്. ഇന്നലെ ദേവരാജ് പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ലല്ലോ. കഞ്ചാവ് ഉപയോഗിക്കാത്ത വളരെ നിഷ്കളങ്കനായ അത്തരത്തിലൊരു ആരോപണവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് കുടുക്കിയതെന്നല്ലേ ദേവരാജ് ഇന്നലെ പറഞ്ഞത്? കേട്ടില്ല. ഈ കഞ്ചാവ് ഇതുവരെ ഉപയോഗിക്കാത്ത വളരെ നിഷ്കളങ്കനായ ഈ പറയുന്ന അഭിരാജിനെ പോലീസ് ഈ കേസിൽ കുടുക്കി എന്ന മട്ടിലല്ലേ ദേവരാജ് ഇന്നലെ സംസാരിച്ചത്? ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത. ഞാൻ എന്താണ് പറഞ്ഞത്? ഈ നിലയ്ക്ക് KSUക്കാർ അവിടെ കൊണ്ട് കഞ്ചാവ് പ്ലാന്റ് ചെയ്തതാണെന്നോ ആണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ റെക്കോർഡിംഗ് എടുത്ത് കേൾക്കാം. ഞാനത് കേട്ടിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറയുന്നത് അഭിരാജിന്റെ SFIയുടെ അനുഭാവിയായ ആദിത്യൻ താമസിക്കുന്ന മുറിയിൽ ആ അന്വേഷണം നടക്കുമ്പോൾ കേരള പോലീസ് ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിക്കുന്ന കേരള സർക്കാരിന്റെ കേരള പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതിനിടയിൽ KSU കഞ്ചാവ് കൊണ്ട് വെച്ചു എന്നൊക്കെ സംശയിക്കണമെങ്കിൽ അതിന് അപാരമായിട്ടുള്ള ത്രികാലജ്ഞാനം വേണം. അപാരമായിട്ടുള്ള ത്രികാലജ്ഞാനം വേണം. അരുൺ എന്തോ പറയുന്നു. അരുൺ ഡോക്ടർ അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത്. താങ്കൾ പറഞ്ഞു ആദിത്യൻ ആ റൂമിൽ അഭിരാജിന്റെ റൂമിലുള്ള ആദിത്യൻ KSU പ്രവർത്തകനാണ്. ആ റൂമിലുള്ള ആദിത്യൻ KSU 5 പേരെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കേസിൽ അറസ്റ്റ് ചെയ്തതിൽ 4 പേര് KSUക്കാരാണ്. ആദിത്യൻ KSUക്കാരാണ്. ആകാശ് പറയുന്നു എന്റെ റൂമിൽ താമസിക്കുന്നത് അല്ല. ഒറ്റ മിനിറ്റ്. FIR ഇട്ട് മണിക്കൂറുകൾ പോലീസിന് സംശയമുണ്ടോ? ആദിത്യൻ SFIക്കാരനെന്ന് എന്ന മട്ടിൽ പറഞ്ഞത് ഞാൻ തിരുത്തുന്നു. അരുൺ തുടരാം. യെസ്, അതായത് ആദിലാണ് ഈ റൂമിൽ ഉള്ളതെന്നും ആദിലിന്റെ റൂമാണ് ആകാശം മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സൈസുകാർ അല്ല ഇന്ത്യക്ക് ചുമ്മാ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അതായത് ഒരു പോയിന്റ് പോലും ജനങ്ങൾ കേൾക്കരുത്. അതാണ് ഈ UDFന്റെ പ്രതിനിധിയുടെ ലക്ഷ്യം. എന്തിനാണ് മിസ്റ്റർ നിങ്ങൾ ഇത്തരം ചർച്ചകളിൽ അലമ്പുണ്ടാക്കുന്നത്? നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ അരുൺ ഒരു മിനിറ്റ് സമയം മാത്രം. എനിക്ക് 2 മിനിറ്റ് കൊണ്ട് ചർച്ച അവസാനിപ്പിക്കണം. അരുൺ ഒരു മര്യാദ. ഇത് ആദ്യത്തെ ചർച്ചയല്ലല്ലോ നവാസെ, ഒരു മര്യാദ കാണിക്ക്. ഒറ്റ പോയിന്റേ ഉള്ളൂ. SFI ഒറ്റ സംശയമാണ് ഉന്നയിച്ചത്. ആകാശ് എന്ന് പറയുന്ന കയ്യോടെ പിടികൂടുന്ന G2 എന്ന റൂമിലെ വ്യക്തി 2 കിലോ കഞ്ചാവായിട്ട് പിടികൂടുന്ന വ്യക്തി പറയുന്നു ഈ റൂമിൽ താമസിക്കുന്ന ആദിലാണ്, ആദിലും അനന്തവും കൊണ്ടുവച്ചതാണ് ഇത് എന്ന മൊഴി. ആ മൊഴിയുള്ളപ്പോൾ പോലീസ് എന്തുകൊണ്ട് ആദിലിനെ പ്രതിയാക്കിയില്ല?
ഒരു റൂമിൽ നിന്ന് നിരോധിത വസ്തു പിടിച്ചാൽ ആ റൂമിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾ, അത് അലോട്ട് ചെയ്യപ്പെട്ട ആൾ പ്രതിയാവണ്ടേ? ആ സംശയമാണ് SFI ഉന്നയിച്ചത്. ആ സംശയത്തിൽ ഇപ്പോഴും SFI ഉറച്ചു നിൽക്കുന്നു. കേരളത്തിലെ പോലീസ് LDF ഭരിക്കുന്നു. ഞങ്ങൾക്കത് വിഷയമല്ല. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രതിയാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇനി എന്റെ ടേക്കല്ല, ഞാൻ പറഞ്ഞോട്ടെ. ശരി നവാസ്, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയം. താങ്കൾക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് ആഭ്യന്തര വകുപ്പിനോടാണ്. പിണറായി വിജയനല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ഞാൻ പറയട്ടെ, എന്റെ സമയമല്ലേ? FIR ഇട്ട് ആദ്യത്തെ 6 മണിക്കൂറിൽ അങ്ങോട്ട് ഓടി വന്ന് പത്രസമ്മേളനം നടത്താൻ SFI ഏരിയ സെക്രട്ടറിക്ക് ആരെ വിവരം കൊടുത്തത്? ആരൊക്കെ അറസ്റ്റായി? എവിടുന്ന് അറസ്റ്റ് ചെയ്തു? എവിടുന്ന് തെറ്റിദ്ധരിച്ചപ്പോ പ്രതിനിധിയാ, താങ്കൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. പച്ചക്കളവ് പറയരുത് ചാനൽ ചർച്ച വന്നിരുന്നിട്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് SFIയുടെ ഏരിയ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അരുണിനെ തിരുത്താം. അതിനുശേഷമാണ് KSUവിന്റെ നേതാവ് വരുന്നത്. എല്ലാവരും മനസ്സിലാക്കാൻ അങ്ങനെ അരുൺകുമാർ വെറുതെ കളവ് പറഞ്ഞിട്ടുള്ള കാര്യം അരുൺ കണ്ണടച്ച് അരുണല്ലേ കണ്ണടയ്ക്കാൻ പറ്റും. നാട്ടുകാരെ കാണാതിരിക്കും ഇത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, അല്ല കേൾക്കും മിസ്റ്റർ, ഒന്ന് കേൾക്കും മിസ്റ്റർ. രമേശ് ചെന്നിത്തല ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ കാര്യമാണ്. താങ്കൾ എന്തായി പറയുന്നത്? ഈ സംഭവം അതിപ്പോ ദേവരാജിന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവരാജ് പറയുന്നത് അനുസരിച്ച് പി കെ നവാസ് ഒരു നിമിഷം, അഭിരാജ് ഇപ്പോൾ SFI എന്ന സംഘടനയിൽ ഇല്ല. SFIയുടെ യൂണിറ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന്, യൂണിറ്റ് അംഗത്വത്തിൽ നിന്ന് ഇന്നലെ ചേർന്ന സമ്മേളനം അഭിരാജിനെ മാറ്റിയിരിക്കുന്നു. ഈ കേസിൽ ബെയിൽ കിട്ടി കേവലം 9 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിനാണ് ഈ അഭിരാജിനെ അറസ്റ്റ് ചെയ്തതും ബെയിലിൽ വിട്ടിരിക്കുന്നതും ഇപ്പോൾ SFIയുടെ അംഗത്വത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നതും. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, KSUവിൻ്റെ അംഗത്വത്തിൽ നിന്ന് ഈ മുറിയിൽ താമസിച്ചിരുന്ന ആദിലിനെയും ഈ KSUവിൻ്റെ യൂണിറ്റ് പ്രതിനിധിയായിരുന്ന അംഗമായിരുന്ന ആകാശ്, ഇപ്പോൾ റിമാൻഡിലുള്ള ആകാശിനടക്കം ഇത് വിതരണം ചെയ്ത KSUവിൻ്റെ ഭാരവാഹിത്വവും മെമ്പർഷിപ്പും അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്ന ഷാരിഖ് എന്ന് പറയുന്ന KSUവിൻ്റെ അക്കാലത്തെ മുതിർന്ന നേതാവിനെയും, അദ്ദേഹം ഇപ്പോൾ KSUവിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി യൂത്ത് കോൺഗ്രസിലുണ്ടോ എന്നറിയില്ല, ബന്ധം വിച്ഛേദിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല, അദ്ദേഹം മറ്റേതെങ്കിലും സംഘടനയിലുണ്ടോ എന്നറിയില്ല, KSUവിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തെ നമുക്ക് അവസാനിപ്പിക്കാം. നവാസ്. 100%. ഞാനിന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി സംസാരിച്ചു. ഷാരിഖിന് സംഘടനാ അംഗത്വം കൊടുക്കില്ല, നിലവിൽ അംഗത്വത്തിൽ ഇല്ല. 2023-24 കാലഘട്ടങ്ങളിലെ ക്യാമ്പസിലാണ് അംഗത്വം ഉണ്ടായത്. ക്യാമ്പസ് മെമ്പർഷിപ്പാണ് KSUവിനുള്ളത്. ഇനി ആർക്കെങ്കിലും അംഗത്വം ഉണ്ടെങ്കിൽ അവരെ നിരുപാധികം സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്ന് KSUവിൻ്റെ പ്രസിഡന്റ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ശരി, KSU പുറത്താക്കും, SFI പുറത്താക്കി. നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, പി കെ നവാസ് ലീഗ് പ്രതിനിധി, സുരേഷ് റിച്ചാർഡ് റിട്ടയർഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ദേവരാജ് സുബ്രഹ്മണ്യൻ SFIയുടെ ഏരിയ സെക്രട്ടറി. അതിഥികൾക്കെല്ലാം നന്ദി. Debate with Dr. Arun Kumar.